സംസ്ഥാനത്ത് ഇന്നും പരക്കെ മഴയ്ക്ക് സാധ്യത. 2 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചു. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളാണ് ഓറഞ്ച് അലേർട്ട് ഉള്ളത്. 7 ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് നിലവിലുള്ളത്. റിനു ശ്രീധർ നൽകും വിവരങ്ങൾ. റിനു, മഴ കനക്കുകയാണോ? ഓറഞ്ച് അലേർട്ട് ഏതൊക്കെ ജില്ലകളിലാണുള്ളത്? എന്താണ് മറ്റു വിവരങ്ങൾ? വിനീത, കാലവർഷം എത്തിയെങ്കിലും സംസ്ഥാനത്ത് ചില ജില്ലകളിൽ ഒറ്റപ്പെട്ട മഴയുണ്ട് എന്നുള്ളതാണ്. പക്ഷേ മധ്യ കേരളം അതുപോലെ തന്നെ തെക്കൻ കേരളം പരിശോധിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും വലിയ രീതിയിലുള്ള മഴയുണ്ടായിരുന്നില്ല. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് അനുസരിച്ച് 2 ജില്ലകളിൽ ഇന്നും നാളെയും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഇന്നും നാളെയും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇന്ന് 7 ജില്ലകളിലും നാളെ 3 ജില്ലകളിലും യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇവിടങ്ങളിൽ അതിശക്തമായിട്ടുള്ള മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പായി നൽകുന്നത്. അടുത്ത 3 മണിക്കൂറിൽ വയനാട്, കണ്ണൂർ, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിലും അതുപോലെ തന്നെ പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിലും നേരിയ രീതിയിൽ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ളൊരു മുന്നറിയിപ്പും നൽകുന്നുണ്ട്. എന്തായാലും ട്രോളിംഗ് നിരോധനം ഉൾപ്പെടെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എങ്കിൽ പോലും കടലിൽ പോകുന്നവർ ജാഗ്രത പാലിക്കണമെന്നുള്ളൊരു നിർദ്ദേശവും അതിശക്തമായുള്ള കാറ്റും തിരമാലയും ഉണ്ടാകുമെന്നുള്ളൊരു സാധ്യതയും മുന്നറിയിപ്പായി നൽകുന്നുണ്ട്. വിനീത, ശരി, റിനു ശ്രീധറാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും ഇന്നും പരക്കെ മഴയ്ക്ക് തന്നെ സാധ്യതയുണ്ട്. 2 ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് ഉള്ളത്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. ഏതായാലും മലയോര മേഖലയിലുള്ളവർ ജാഗ്രത പാലിക്കുകയും വേണം. മറ്റു വാർത്തകളിലേക്ക് നമുക്ക് എത്തണം. പാലക്കാട് അവശനിലയിൽ കണ്ടെത്തിയ പുലിയുടെ നില ഗുരുതരമായി തുടരുകയാണ്. ഇക്ബാൽ വിവരങ്ങളുമായി ചേരും. ഒരു ചെറിയ ഇടവേള.